السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. ബഹുമാന ആദരവുകൾ നിറഞ്ഞ പണ്ഡിതന്മാർ, സഹോദരങ്ങൾ, മുഅ്മിനീങ്ങൾ, മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിന മാസമായ റബീഉൽ അവ്വലിൽ വിശ്വാസി ലോകം പാരമ്പര്യമായി ആചരിച്ചു വരുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പുണ്യം നിറഞ്ഞതാണ്, പ്രതിഫലാർഹമാണ് എന്നത് പ്രമാണബദ്ധമായി തെളിയിക്കപ്പെട്ട വസ്തുതയാണ്. നബിദിനാഘോഷം എന്ന പേരിൽ വിസ്തൃതമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനവുമായി ബന്ധപ്പെട്ട് റബീഉൽ അവ്വലിൽ നടക്കുന്ന കർമ്മങ്ങൾ അനാചാരമാണ്, അനിസ്ലാമികമാണ്. സ്വഹാബത്തോ താബിഉകളോ മറ്റു മഹത്തുക്കളോ നിർവഹിക്കാത്തതാണ്, ഇസ്ലാമിന് അന്യമാണ് എന്ന രൂപത്തിൽ പ്രചരണങ്ങളും വക്രവാദങ്ങളും സമൂഹത്തിൽ പ്രചരിപ്പിക്കാൻ തുടങ്ങിയിട്ട് കുറഞ്ഞ കാലങ്ങളെ ആയിട്ടുള്ളൂ എന്നതാണ് വസ്തുത. ഒരു വാക്ക് പറയാം. റബീഉൽ അവ്വലിലെ വിശ്വാസികളുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനവുമായി ബന്ധപ്പെട്ട് വിശ്വാസി ലോകം വ്യാപകമായി ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മങ്ങൾ ഓരോന്നെടുത്തു വെച്ച് നാം പരിശോധിച്ചാൽ ഏതാണ് അനിസ്ലാമികം, ഏതാണ് അനാചാരം, ഏതാണ് ഇസ്ലാമിന് അന്യമായത്, ഇത് തെളിയിക്കാൻ ഇത്തരം കർമ്മങ്ങൾ അനിസ്ലാമികമാണ്, ഇസ്ലാമിന് അന്യമാണ് എന്ന് പ്രചരിപ്പിക്കുന്നവർക്ക് സാധ്യമല്ല എന്നത് വളരെ വസ്തുതയാണ്. ഒരു സൽക്കർമ്മത്തെ ഇല്ലായ്മ ചെയ്യാൻ, ഓർമ്മകളെ തല്ലിക്കെടുത്താൻ, വിശ്വാസി ലോകത്തിന്റെ ഈമാനിന് ആവേശവും മൂർച്ചയും കൂടുന്ന സമയങ്ങളിൽ ആ ആവേശത്തെയും ആ മൂർച്ചയെയും നിഷ്കാസനം ചെയ്യാൻ പുത്തനാശയക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് കാപട്യങ്ങളുണ്ട്. പല ഉദ്ധരണികളും അവർ മാറ്റിമറിക്കും, പല ഉദ്ധരണികളും അതിന്റെ തലയും വാലും കട്ടുമുറിച്ച് സമൂഹത്തിന്റെ മുന്നിൽ അവതരിപ്പിക്കും. സ്വന്തം ന്യായങ്ങളെ കൊണ്ട് മഹത്തുക്കളെ വലിച്ചെറിഞ്ഞ് അവരുടെ വിശദീകരണങ്ങളും വ്യാഖ്യാനങ്ങളും മാറ്റിവെച്ചുകൊണ്ട് തന്നിഷ്ടപ്രകാരമുള്ള താന്തോന്നിത്വ വ്യാഖ്യാനങ്ങളുമായി സമൂഹത്തിൽ ഇറങ്ങി ഒരു വലിയ സൽക്കർമ്മത്തെ സമൂഹം നന്മയിൽ ഒന്നിച്ചുകൂടുന്നതിനെ, സമൂഹം ഓർമ്മകളെ പുതുക്കി മഹത്തുക്കളുടെ ഓർമ്മയുടെ പാതയിൽ ചലിക്കുന്നതിനെ, നന്മയുടെ വഴിയിൽ സമൂഹം മുന്നോട്ടു പോകുന്നതിനെ ഇല്ലായ്മ ചെയ്യാനും സമൂഹത്തെ നന്മയിൽ നിന്ന് പുറകോട്ട് വലിക്കാനുമുള്ള ബിദ്അത്തുകാരുടെ എക്കാലത്തെയുമുള്ള ശ്രമങ്ങൾ, അതിന്റെ ഭാഗമായി അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു വിഷയവും അതിന്റെ മറുപടിയും മാത്രം ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അവർ കാര്യമായി കൊണ്ടുവരുന്നത് ഇമാം മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹുവിനെയാണ്.
മാലിക്കി മദ്ഹബിന്റെ ഇമാമാണ്. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ ഗുരുവര്യനാണ്. പ്രവാചക പ്രണയത്താൽ അതുല്യമായ പ്രണയ ഗോപുരത്തിൽ ഉല്ലസിച്ച, പ്രണയത്തിന്റെ പരമകാഷ്ഠയിൽ ജീവിച്ച മഹാനാണ് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു. മഹാനവറുകളുടെ ഒരു ഉദ്ധരണിയാണ് ജന്മദിനാഘോഷവുമായി ബന്ധപ്പെട്ട കർമ്മങ്ങളൊക്കെ അനാചാരമാണ്, അനിസ്ലാമികമാണെന്ന് സ്ഥാപിക്കാൻ പല ഭാഗത്തും ഇത്തരം പുത്തനാശയക്കാർ കൊണ്ടുവന്ന് വിതറാറുള്ളത്. എന്താണ് അതിന്റെ യാഥാർത്ഥ്യം? നോക്കൂ നിങ്ങൾ, ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞ വരി എന്താണ്? നമുക്കതൊന്ന് പരിശോധിക്കാം. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞ വരി, ആ വാചകം ഇമാം ശാഫിഈ എന്നവർ ഉദ്ധരിക്കുന്നുണ്ട്. അങ്ങനെ പലരും സനദോടുകൂടെയും സനദില്ലാതെയും ആ ഉദ്ധരണി നമുക്ക് കിതാബുകളിൽ കാണാം. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞ ആശയം എന്താണ്? തന്റെ വാചകം എന്താണ്? മൻ ബിതദഅ ഫിൽ ഇസ്ലാമി ബിദ്അതൻ യറാഹാ ഹസന ഫഖദ് സഅമ അന്ന മുഹമ്മദൻ ഖാന റിസാല. ഞാനതിന്റെ ആശയം പറയാം. ഇസ്ലാമിൽ ആരെങ്കിലും ഒരു പുത്തനാചാരം ഉണ്ടാക്കുകയും ആ പുത്തനാചാരത്തെ അത് ഹസനത്താണ്, അത് നന്മയുള്ള പുത്തനാചാരമാണ്, അത് നല്ല ആചാരമാണ്, അത് അനാചാരമല്ല എന്നാരെങ്കിലും അഭിപ്രായപ്പെടുകയും ധരിക്കുകയും ചെയ്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വഞ്ചിച്ചവനാണ് എന്ന ആശയത്തിൽ ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു വാചകം അത് എടുത്തു വെച്ചുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനാഘോഷം, ആ ജന്മദിനാഘോഷത്തിന്റെ കർമ്മങ്ങൾ അതൊന്നും നല്ല ആചാരമല്ല, നല്ല ആചാരമല്ല, മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വഞ്ചിക്കലാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കപടത കാണിക്കലാണ് എന്ന് പ്രചരിപ്പിച്ചു ുകൊണ്ട് ഈ പുത്തനാശയക്കാർ നാടുകളിലൂടെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് റബീഉൽ അവ്വൽ മാസത്തിൽ നമുക്കിവിടെ അന്വേഷിക്കാനുള്ളത് എന്താണ്? ഈ വരിയുടെ യാഥാർത്ഥ്യം എന്താണ്? ബിദ്അത്ത് എന്ന് പറയുന്നത് പുത്തനാചാരം എന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിലും സ്വഹാബത്തിന്റെ കാലഘട്ടത്തിലൊന്നും ഇല്ലാത്ത പുതിയ ആചാരം എന്നാണ് അതിന്റെ നേരെ അർത്ഥം ഉദ്ദേശിക്കുന്നത്. യഥാർത്ഥത്തിൽ ആ കാലഘട്ടത്തിൽ ഇല്ലാത്തതെല്ലാം പുതിയത് തന്നെയാണ്. എല്ലാ പുതിയതും അവഗണിക്കേണ്ടതാണോ? എല്ലാ പുതിയതും തിന്മയാണോ? എല്ലാ പുതിയതും സമൂഹത്തിൽ തള്ളപ്പെടേണ്ടതാണോ? ഒരിക്കലുമല്ല. കാരണം എല്ലാ പുതിയതും തള്ളപ്പെടേണ്ടതാണ് എന്ന് വന്നാൽ നമ്മുടെ പഠന മേഖലകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ ഇന്നുള്ളതുപോലെ കോളേജുകൾ ഉണ്ടായിരുന്നു, ദഅവ കോളേജുകൾ ഉണ്ടായിരുന്നു, അഫ്ളലുൽ ഉലമ എന്ന് പറയുന്ന ഡിഗ്രി ഉണ്ടായിരുന്നു, നമ്മുടെ പേരിനൊപ്പം പ്രത്യേകമായ ബിരുദനാമം ചേർക്കുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നു. എല്ലാം ബിദ്അത്താണ് എന്ന് പറയേണ്ടി വരും. പുത്തനാശയക്കാർ വാദോരാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വാചകം എന്താണ്? കുല്ലു ബിദ്അത്തിൻ ളലാല. എല്ലാ പുത്തനാചാരവും വഴികേടിലാണ്, എല്ലാ പുത്തനാചാരവും വഴികേടിലാണ് എന്ന് പറയുമ്പോ ഞാൻ ഈ പറഞ്ഞത് പ്രകാരം നമ്മുടെ വാഹനങ്ങൾ, നമ്മുടെ കോളേജുകൾ, നമ്മുടെ ബിരുദനാമങ്ങൾ, നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന സിലബസുകൾ എല്ലാം വഴികേടിലാണെന്ന് പറയേണ്ടി വരില്ലേ? എത്രമാത്രം വലിയ വിഡ്ഢിത്തമാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എല്ലാ പുത്തനാചാരവും വഴികേടിലാണെന്ന് എങ്ങനെ പറയും? പണ്ഡിതന്മാർ വിശ്വാസ ലോകത്തെ പഠിപ്പിക്കുന്നു, എല്ലാ ബിദ്അത്തും ളലാലത്ത് അല്ല, എല്ലാ ബിദ്അത്തും വഴികേട് അല്ല. ബിദ്അത്തിന്റെ കൂട്ടത്തിൽ വഴികേടുള്ളതുമുണ്ട്, നല്ലതുമുണ്ട്. വഴികേടുള്ളതുമുണ്ട്, നല്ലതുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചിരിക്കുന്ന, അവിടുന്ന് പറഞ്ഞിരിക്കുന്ന വരികൾ, മഹാനവറുകൾ പറഞ്ഞത്, ആരെങ്കിലും ഒരു പുതിയ ആചാരം ഉണ്ടാക്കുകയും അതിന് നല്ലതാണെന്ന് അഭിപ്രായപ്പെടുകയും ധരിക്കുകയും ചെയ്താൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വഞ്ചിച്ചു എന്നാണ് പറയുന്നത്. ഈ വാചകമാണ് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. നോക്കൂ നിങ്ങൾ, ഈ പറഞ്ഞ വാചകം സത്യമാണെങ്കിൽ എന്തെല്ലാം നമുക്കറിയേണ്ടതുണ്ട്? ഒന്ന്, ബിദ്അത്ത് ഹസനത്ത് എന്ന് പറയപ്പെടുന്നതെല്ലാം ശരിയല്ല എന്നാണോ?
ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറയുന്ന ആ വാചകം എടുത്ത് മുന്നിൽ വെക്കുമ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് ഇവിടെ അറിയേണ്ടതുണ്ട്. ഒന്ന്, ബിദ്അത്ത് ഹസനത്ത് എന്ന് പറയുന്ന പുത്തനാചാരമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ ഇല്ലാത്തതാണ്. പക്ഷേ ഇന്ന് സമൂഹത്തിൽ നാം വ്യാപകമായി ചെയ്തുകൊണ്ടിരിക്കുന്ന അനവധി കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങളെല്ലാം പുത്തനാചാരങ്ങളാണ്. എന്നാൽ അതൊന്നും നല്ലതല്ല എന്നാണോ പറയേണ്ടത്? എല്ലാം തെറ്റാണ് എന്നാണോ പറയേണ്ടത്? നല്ലതായ ബിദ്അത്ത് എന്ന് പറയപ്പെടുന്നതൊക്കെ അതെല്ലാം പിഴച്ചതാണ് എന്നാണോ പറയേണ്ടത്? രണ്ടാമതായി നമുക്കവിടെ അറിയേണ്ടതുണ്ട്, ബിദ്അത്ത് ഹസനത്ത്, നല്ല ബിദ്അത്ത് എന്ന് പറയുന്ന ഒന്ന് ഇല്ല എന്നാണോ നമ്മുടെ വാദം? മൂന്ന്, ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ഇത്തരം നല്ല ബിദ്അത്ത് ഒട്ടും ജീവിതത്തിൽ ചെയ്തിട്ടില്ല എന്നാണോ വാദം? നാല്, ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ഇത്തരം നല്ല ബിദ്അത്തുകൾ നടപ്പിലാക്കി ഇസ്ലാമിനെ സജ്ജീകരിക്കാനും സജീവമാക്കാനും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വിശ്വാസികൾ, ആ വിശ്വാസികൾക്കെതിരിൽ ഇസ്ലാമിനെ നിഷ്കാസനം ചെയ്യാനും ഓർമ്മകൾ തല്ലിക്കെടുത്താനും ആത്മീയതയുടെ വഴികളെ നിഷ്കാസനം ചെയ്യാനും നിർജീവമാക്കാനും പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പുത്തൻവാദികളുടെ കൂടെ ചേർന്നിരിക്കുന്ന വഹാബിയാണ് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു എന്നാണോ നാം വിശ്വസിക്കേണ്ടത്? ഈ 4 ചോദ്യങ്ങൾക്കെങ്കിലും നമുക്കിവിടെ മാന്യമായി മറുപടി കിട്ടേണ്ടതുണ്ട്. നോക്കൂ നിങ്ങൾ, ഒന്നാമതായി ബിദ്അത്ത് ഹസനത്ത് എന്ന് പറയപ്പെടുന്നതൊക്കെ ശരിയല്ലെന്നാണോ പറയേണ്ടത്? ഒരിക്കലും അത് പറയാൻ കഴിയില്ല. എന്തുകൊണ്ട്? അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. മതവിജ്ഞാനം പഠിക്കാനും മതവിജ്ഞാനം കൈമാറാനും ഇന്ന് നമ്മുടെ മുന്നിൽ ഒരുപാട് സംവിധാനങ്ങളുണ്ട്, കോളേജുകളുണ്ട്, നമ്മുടെയൊക്കെ പേരിനോടുകൂടെ ബിരുദനാമങ്ങളുമുണ്ട്. ഹദീസ് ഗ്രന്ഥങ്ങളായി ലോകത്ത് വിരചിതമായിട്ടുണ്ട്. ഹദീസ് പഠനങ്ങൾ സജീവമായി ലോകത്ത് നടക്കുന്നുണ്ട്. ഇതെല്ലാം ഒരർത്ഥത്തിൽ പുത്തനാചാരമല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ ഏത് ഹദീസ് ഗ്രന്ഥമാണ് ഉണ്ടായിരുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ ഏത് ഹദീസിന്റെ കോഴ്സാണ് ഉണ്ടായിരുന്നത്? സ്വഹാബത്തിന്റെ കാലഘട്ടത്തിൽ ഏത് ഹദീസ് ഗ്രന്ഥമാണ് ക്രോഡീകരിക്കപ്പെട്ടിരുന്നത്? എന്തെല്ലാം പുത്തനാചാരം എന്ന് പറയുമ്പോൾ എന്തെല്ലാം നമ്മുടെ മുന്നിലുണ്ട്. പുത്തനാചാരമായി കടന്നു വരുന്നതൊക്കെ തെറ്റാണെന്ന് പറഞ്ഞാൽ, പിഴച്ചതാണെന്ന് പറഞ്ഞാൽ, ഈ പറയപ്പെട്ടതിലേക്ക് ചേർത്തി വെക്കാവുന്ന മാലപ്പടക്കം പോലെ നമ്മുടെ മുന്നിലേക്ക് ഇങ്ങനെ കടന്നു വരുന്ന വിഷയങ്ങളുണ്ട്. ഇതെല്ലാം പിഴച്ചതാണ്, തെറ്റാണ് എന്നാണോ നാം പറയേണ്ടി വരിക? അതൊരിക്കലും കഴിയില്ല. എങ്കിൽ പിന്നെ ബിദ്അത്ത് ഹസനത്ത് എന്ന ഒന്ന് ഇല്ലെന്നാണോ വാദം? അതൊരിക്കലും അംഗീകരിക്കാനും കഴിയില്ല. എന്താ കാരണം? മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലം, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ റമദാനിൽ സ്പെഷ്യലായ നിസ്കാരം ഉണ്ടായിരുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തും സ്പെഷ്യലായ നിസ്കാരം ഉണ്ടായിരുന്നു. തറാവീഹ് എന്നാണ് ആ നിസ്കാരത്തിന് പേരിട്ട് വിളിക്കുന്നത്. എല്ലാവരും ഒറ്റയൊറ്റയായി നിസ്കരിക്കുന്ന തറാവീഹ് നിസ്കാരത്തിന്റെ രൂപം കണ്ടപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി ഒരു ജമാഅത്താക്കി തറാവീഹ് നിസ്കാരം നിലവിൽ കൊണ്ടുവന്നു. ഭിന്നഭിന്നമായി ഒറ്റയൊറ്റയായി നിസ്കരിക്കുന്നതിന് പകരം ഒരു ഇമാമിന്റെ കീഴിൽ ഒരു ജമാഅത്തായി തറാവീഹ് നിസ്കാരം നിലവിൽ കൊണ്ടുവന്നു. ആ കർമ്മം ഇങ്ങനെ കണ്ടാസ്വദിച്ചപ്പോ ഉബയ്യ് ഇബ്നു കഅബ് തങ്ങളാകുന്ന ഇമാമ് മുന്നിലും പുറകിൽ അനവധി സ്വഹാബത്ത് ഒരു ജമാഅത്തായി നിന്ന് തറാവീഹ് 20 റക്അത്ത് നിസ്കരിക്കുന്ന ആ അതീവ സൗന്ദര്യമായ ആത്മീയതയുടെ രൂപഭാവങ്ങൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കണ്ടപ്പോ മഹാനവറുകൾ പറഞ്ഞു, നിഅ്മത്തുൽ ബിദ്അത്തു ഹാദിഹി, ഇതൊരു നല്ല ബിദ്അത്താണ്, ഇതൊരു നല്ല ബിദ്അത്താണ്.
ആരാ പറയുന്നത്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഈ സംഭവം ലോകത്തെ പഠിപ്പിക്കുന്നതാരാ? ഇമാം മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു. ഇവിടെ പുത്തരാശയക്കാർ സമൂഹത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വാചകത്തിന്റെ ഉടമ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു. നല്ല വിദഅത്തെന്ന് ധരിച്ച് ആരെങ്കിലും വല്ലതും ചെയ്താൽ അവൻ മുത്തു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വഞ്ചിച്ചവനാണ്. അങ്ങനെ ഒരു വാചകം ഇമാം മാലിക് തങ്ങളിൽ നിന്ന് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു ആ വാചകം കൊണ്ടുവന്ന് സമൂഹത്തിന്റെ മുന്നിൽ നന്മകളെ കൊച്ചാക്കുവാനും ചെറുതാക്കുവാനും നന്മകളിൽ നിന്ന് സമൂഹത്തെ പിന്തിരിപ്പിക്കാനും ശ്രമിക്കുന്നവർ ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിനെ പഠിക്കണം. അനവധി മഹാന്മാർ ഉദ്ധരിച്ച ഈ സംഭവം ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചിട്ടുണ്ട് എന്ന് വരുമ്പോ നല്ല ബിദ്അത്ത് എന്ന ഒന്നുണ്ട്. അത് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് ഇമാം മാലിക് തങ്ങൾ തന്നെ ലോകത്തെ പഠിപ്പിച്ചിട്ടുമുണ്ട് എന്ന് വരുമ്പോൾ നല്ല ബിദ്അത്ത് എന്ന ഒന്ന് ഇല്ല എന്നൊരിക്കലും വിശ്വാസികൾക്ക് ഉൾക്കൊള്ളാനാവില്ല. അത് തികച്ചും ദുഷ്പ്രചരണമാണ്. അത് ജനങ്ങളെ വഞ്ചിക്കലാണ്. ഇസ്ലാമിൽ നിന്ന് ജനങ്ങളെ അകറ്റാനുള്ള ശ്രമമാണ്. മൂന്നാമത് നോക്കൂ നിങ്ങൾ, ഇമാം മാലിക് റളിയല്ലാഹു അൻഹു നല്ല ബിദ്അത്ത് എന്ന് പറഞ്ഞ് ആരെങ്കിലും വല്ലതും കൊണ്ടുവന്നാൽ അവൻ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വഞ്ചിച്ചു എന്നാണോ പറയുന്നത്? ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിനെ പഠിച്ചിട്ടില്ല. ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിനെ പഠിക്കുമ്പോൾ ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിൽ നമുക്കൊരുപാട് കാണാൻ കഴിയും. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു മഹാനവറുകൾ ഹദീസ് പറയാൻ വേണ്ടി ഇരിക്കും, ഹദീസ് പഠിപ്പിക്കാൻ വേണ്ടി ഇരിക്കും. തന്റെ വിരിപ്പിന്റെ മധ്യത്തിൽ ഇരിക്കും, താടിയെല്ലാം മനോഹരമായി നന്ന് വൃത്തിയാക്കും. തന്റെ ആ ഇരുത്തത്തിൽ തന്നെ നല്ല വഖാറും ഹൈബത്തും ഉണ്ടാവും. ആദരവിൽ ഇരുന്നു കൊണ്ടാണ് ഹദീസ് പറയുന്നത്. എന്നിട്ട് പറയും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിനെ ബഹുമാനിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. ഈ രൂപം എവിടുന്ന് കിട്ടിയതാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്ത രൂപമാണോ? ഇതേ രൂപത്തിൽ തന്നെയാണോ എല്ലാവരും മുൻകാലത്ത് ഹദീസ് പറഞ്ഞിരുന്നത്? പുത്തനാശയമാണ്. ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിനോട് ഒരു ചോദ്യമുണ്ട്. വീട്ടിലേക്ക് കയറുമ്പോൾ എന്താണ് ചൊല്ലേണ്ടത്? ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു പതിവുണ്ട്. വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ മാഷാ അല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് ചൊല്ലിയാണ് ഇമാം മാലിക് തങ്ങൾ വീട്ടിലേക്ക് പ്രവേശിക്കാറുള്ളത്. ഒരു അഭിപ്രായത്തിൽ ഇമാം മാലിക് തങ്ങളുടെ വീട്ടിന്റെ മുന്നിൽ എഴുതി വെക്കപ്പെട്ടിട്ടുമുണ്ട് ഇതിന്റെ പ്രമാണം. എന്താ പ്രമാണം? മാലിക് തങ്ങളോട് ചോദിച്ചു, മാഷാ അല്ലാഹു വലാ തങ്ങൾ അങ്ങനെ ചൊല്ലിയിട്ടുണ്ടോ? സ്വഹാബത്ത് അങ്ങനെ ചൊല്ലിയിട്ടുണ്ടോ? ഇമാം മാലിക് തങ്ങൾ പറയും, ഖുർആനിൽ കാണാം, വലൗലാ ഇദ ദഖൽത ജന്നതക ഖുൽത മാഷാ അല്ലാഹു ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഖുർആനിൽ അങ്ങനെ ഒരു ആയത്തുണ്ട്. ആ ആയത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയെടുത്തതാ. ഇങ്ങനെ എത്ര നമുക്ക് പറയാനുണ്ട്. മാലിക് റളിയല്ലാഹു അൻഹു തന്റെ ജീവിതത്തിൽ ഒരുപാട് നല്ല വിദഅത്തുകൾ നടപ്പിലാക്കുകയും അത് കൊണ്ടുവരികയും സമൂഹത്തെ പഠിപ്പിക്കുകയും ചെയ്ത ആളുകളാണ് എന്ന് സ്ഥിരപ്പെടുമ്പോ ബിദ്അത്ത് ഹസനത്തിന്റെ എതിരിൽ അല്ല ഇമാം മാലിക് റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് തന്നെ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു വഹാബിയാണ്. നല്ലവരെ മുഴുവനും ഞങ്ങളുടെ ആളുകളായി പിടിക്കുന്ന പരിപാടി ഇവർക്കുണ്ട്. ആ കൂട്ടത്തിൽ മാലിക് ഇമാമിനെയും പിടിച്ചിട്ട് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു വഹാബിയാണോ? ഒരിക്കലുമല്ല. എങ്കിൽ പിന്നെ ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ഉദ്ധരണിയുടെ അർത്ഥം എന്താണ്? ഇമാം മാലിക് തങ്ങൾ പറഞ്ഞ വാചകം എന്താ? മൻ ബിത്തദഅ ഫിൽ ഇസ്ലാമി ബിദ്അത്തൻ യറാഹാ ഹസനത്തൻ യറാഹാ ഹസനത്തൻ. ആരെങ്കിലുമൊക്കെ പുത്തനാചാരങ്ങൾ ഉണ്ടാക്കുകയും എന്നിട്ട് ആ പുത്തനാചാരങ്ങളൊക്കെ ഹസനത്താണ്, നല്ലതാണെന്ന് ധരിക്കുകയും ചെയ്തു. എങ്ങനെ? ബിമുജറദി റഅയിഹി വൽ ഹവാ. തന്നിഷ്ടപ്രകാരം. പ്രമാണങ്ങളൊന്നുമില്ല, അതിന് പ്രമാണങ്ങളൊന്നുമില്ല, ആയത്തില്ല, ഹദീസില്ല, ഒന്നുമില്ല. പിന്നെയോ തന്നിഷ്ടപ്രകാരം. തന്റെ വായ തന്നെയാണ് അതിന്റെ തെളിവ്. നല്ലതാണെന്നതിന് എന്താ തെളിവ്? ഞാൻ പറഞ്ഞത് തന്നെ. അങ്ങനെ ആരെങ്കിലും നല്ലതുണ്ടാക്കിയാൽ അതിനെക്കുറിച്ചാണ് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞത്. അതിനെക്കുറിച്ചാണ് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞത്. എത്രയോ പണ്ഡിതന്മാർ ഈ വിഷയം പഠിപ്പിച്ചത് ലോകത്ത് കാണാം. അതാണ് മാലിക് ഇമാം പറഞ്ഞത്. അല്ലാതെ മാലിക് ഇമാം റളിയല്ലാഹു അൻഹു ബിദ്അത്ത് ഹസനത്തില്ല, അങ്ങനെ ഒരു സംഭവമില്ല എന്നല്ല ആ പറഞ്ഞത്. അത് ബോധ്യപ്പെടാൻ അവിടുത്തെ ശിഷ്യനായ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു നമ്മെ പഠിപ്പിക്കുന്നത് കാണാം. പുതിയ കാര്യങ്ങൾ രണ്ട് വിധമാണ്.
പുതിയ കാര്യങ്ങൾ രണ്ട് വിധമാണ്. അൽ മുഹ്ദസാത്ത് മിനൽ ഉമൂരിൽ അർബാനി, പുതിയ കാര്യങ്ങൾ രണ്ട് ഇനമാണ്. ഒന്ന് ഖുർആനിനോട് സുന്നത്തിനോട് അതേ രൂപത്തിൽ ഇജ്മാഇനോട് അസറിനോട് എല്ലാം എതിരാകുന്ന ഒന്ന്. ഖുർആനിന്റെ പിന്തുണയില്ല, ഹദീസിന്റെ പിന്തുണയില്ല, അസറിന്റെ പിന്തുണയില്ല, ഇജ്മാഇന്റെ പിന്തുണയില്ല. അങ്ങനെ വരുന്ന പുത്തനാചാരം അത് ബിദ്അത്ത് വലാലത്താണ്, പിഴച്ചതാണ്. എന്നാൽ മറ്റൊന്നുണ്ട് ഇത്തരം ഒരു കാര്യത്തിനോടും എതിരാവാത്തത്. ഖുർആനിനോട് എതിരല്ല, ഹദീസിനോട് എതിരല്ല, അസറിനോട് എതിരല്ല, ഇജ്മാഇനോട് എതിരല്ല. നാം ഈ പുത്തനാചാരങ്ങളുടെ ഒക്കെ പിൻബലം അന്വേഷിച്ചാൽ ഏതെങ്കിലും ഒരു പ്രമാണത്തിന്റെ പിൻബലം ഉണ്ടാകും. അത് ബിദ്അത്ത് ഹസനത്താണ്, അത് ബിദ്അത്ത് ഗൈറു മദ്മൂമത്താണ്, ആക്ഷേപാർഹമല്ലാത്ത ബിദ്അത്താണ്. അതൊരിക്കലും അനാചാരമല്ല, നല്ല ആചാരമാണ് എന്ന് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു, ഇമാം മാലിക് തങ്ങളുടെ ശിഷ്യൻ തന്നെ വേറിട്ട് പഠിപ്പിക്കുമ്പോൾ ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ വാചകം തെറ്റിദ്ധരിക്കാനില്ല, തെറ്റിദ്ധരിപ്പിക്കാനുമില്ല. ബിദ്അത്തുകാർ ഉപയോഗിക്കുന്ന താല്പര്യങ്ങൾക്ക് അതിൽ ഒരുവിധ പിന്തുണയുമില്ല എന്ന് വളരെ വ്യക്തമാണ് എന്ന് മാത്രം ഞാൻ ഈ സമയത്ത് ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നല്ലത് പഠിക്കാനും പകർത്താനും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.